ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോളെ ബർത്ത്ഡേൻ്റെ ഇത് കണ്ടിന്യൂറ്റി ആയിട്ടോ. കാരണം എനിക്ക് കുറേ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം മോളൊരു പട്ടുപാവാടയിൽ ഇടിപ്പിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഓണത്തിന് മേടിച്ച പട്ടുപാവാടയാണ്, പക്ഷേ ഇട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്പലത്തിൽ പോയി വന്ന് അവൾ അമ്പലത്തിലെ പ്രസാദം കഴിക്കോട്ടെ, ഭയങ്കര ഇഷ്ടം അമ്പലത്തിലെ പ്രസാദം. അത് കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൽ പോയി വന്നിട്ടാണ് ബാക്കി കേക്കിൻ്റെ പരിപാടികളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി ഷുഗർ സിറപ്പ് എടുത്തിട്ട് അത് വെറ്റ് ചെയ്യുവട്ടെ ചെയ്യുന്നത്. അപ്പം മുന്നേ അല്ലാതെങ്കിൽ എനിക്കിത് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പാത്രം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെല്ലാം പോയി. പിന്നെ ഇതുപോലെ ഒരു സ്പൂണ് കയ്യിലെടുത്ത് ഞാൻ വെറ്റ് ചെയ്തു. ദെൻ ഇത് വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചതാട്ടോ. അതിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തു. അപ്പം മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് തണിഞ്ഞ ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് സ്പാച്ചുല വെച്ചിട്ട് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ലെയർ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. മുന്നേയുള്ള ലെയർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗും അങ്ങനെ എന്തൊക്കെയോ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോഴതൊന്നുമില്ല, പൈപ്പിംഗ് ബാഗൊന്നുമില്ല. ഞാൻ പിന്നെ മേടിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പം പൈപ്പിംഗ് ബാഗിൽ ഞാനൊരു പാക്കറ്റ് തന്നെ മേടിച്ച് വെക്കുകയാണ്. ഒന്നും രണ്ടും അല്ല. പിന്നെ നമുക്കിതിൻ്റെ വല്ലപ്പോഴും അല്ലേ, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് വെച്ചിട്ട് മേടിച്ചിട്ടില്ല. അന്നേരം കേക്ക് ആക്കി കൊടുക്കുന്ന സമയത്ത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ ഇതാക്കി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളെ ATM കാർഡില്ലേ, യൂസ് ഇല്ലാത്ത ATM കാർഡ് കഴുകി വൃത്തിയാക്കിയിട്ട് അതിനെ കൊണ്ടാട്ടോ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ മുന്നേയും ഞാൻ അതുപോലെ തന്നെ ചെയ്യാറ്, ATM കാർഡ് തന്നെ ചെയ്യാതെ. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയായിട്ട് ചെയ്യുന്നത്. അപ്പം മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ലെയർ വെക്കുന്നത്. എനിക്ക് താഴത്തെ 2 ലെയർ മാത്രമേ വെക്കാനുണ്ടായിട്ട് കേട്ടോ. കാരണം ഒന്നാൻ്റെ കേക്ക് നല്ലോണം പൊന്തി വന്നിട്ടില്ല. കേക്ക് നല്ല സോഫ്റ്റാണ്, പക്ഷെ എന്നാലും എനിക്ക് നല്ലോണം പൊന്തി വരാറുണ്ടായിരുന്നു, അത് വന്നിട്ടില്ല. പിന്നെ കേക്കിൻ്റെ ബേസിൻ്റെ ഇത് കുറച്ച് വലുതായിരുന്നു, അതുകൊണ്ട് പിന്നെ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഷുഗർ സിറപ്പ് കൊണ്ട് ഞാനിതൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെറ്റ് ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം ഞാൻ ഇതുപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്യാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ക്രം കോട്ട് ചെയ്തിട്ട് ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കും. ഒരു 10-15 മിനിറ്റോളം, കുറേ സമയം ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. കാരണം എപ്പോഴും വൈകുന്നേരമല്ലേ കേക്ക് മുറിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ക്രം കോട്ട് ചെയ്തിട്ട് അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇതിന് മുകളിൽ വെക്കേണ്ട ലെയറും ക്രം കോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക ചെയ്യണത്. അപ്പോൾ കേക്കിൻ്റെ ഇതിന് എനിക്കൊരു ഷേപ്പൊന്നും കിട്ടാത്തതുകൊണ്ട്, ദാറ്റ് മീൻസ് നല്ല കേക്കിൻ്റെ ടിന്നിനനുസരിച്ച് പൊന്തി വരാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ക്രം കോട്ട് ചെയ്യാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം പിന്നെ കേക്ക് നേരത്തെ ആക്കി വെച്ചിട്ട് ദിയമോള് ചെറിയ ചെറിയ പീസെല്ലാം കട്ട് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാനിതെല്ലാം പിന്നെ വിപ്പിംഗ് ക്രീമെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു കറക്റ്റ് ഒരു നല്ലൊരു ഷേപ്പ് കിട്ടിയാൽ നമുക്ക് അടുത്തത് ഇതിൻ്റെ മുകളിൽ ലെയർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം പിന്നെ ഇതൊന്നിങ്ങനെ ക്രം കോട്ട് ചെയ്തിട്ട് വെക്കുവാട്ടോ ചെയ്യുന്നത്. ഈ പരിപാടി കുറച്ച്, അതായത് ഇതും ഷേപ്പ് ചെയ്യുന്ന പരിപാടി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാട്ടെ. ക്രം കോട്ട് കുഴപ്പമില്ല, നല്ല കേക്ക് നല്ല ഷേപ്പായി വന്നിട്ടുണ്ടെങ്കിൽ. പക്ഷേങ്കിൽ മറ്റേ ഫിനിഷ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കുറേ പണിയെടുക്കും കേട്ടോ ഞാൻ. പിന്നെ കുറേ കാലമായി ചെയ്യാത്തതായതുകൊണ്ട് നല്ലോണം പണിയെടുക്കും. അപ്പം അത് ഞാൻ ക്രം കോട്ട് ചെയ്ത്, രണ്ടും ക്രം കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ കറി ആക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നോൺ വെജൊന്നും വേണ്ട, നമുക്ക് വെജിറ്റബിൾ കറി ആക്കാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ സാമ്പാറാട്ടോ ഇന്നാക്കുന്നത്. എന്നും സാമ്പാർ തന്നെ ആക്കുന്നത്, പക്ഷേ സാമ്പാറാക്കുന്നത്, അതുപോലെ തന്നെ ഒരു തോരനാക്കുന്നത്, പിന്നെ അവിയലും, ഈ 3 കറിയാട്ടോ ഇന്നാക്കുന്നത്. ഈ നോൺ വെജൊന്നുമില്ല. പിന്നെ പായസം ഞാൻ വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മടിച്ചിട്ടല്ല, എല്ലാം കൂടി എല്ലാവരും കഴിക്കുമെന്നുണ്ടാവില്ല. കാരണം വൈകുന്നേരം കേക്ക് മുറിക്കുന്നില്ലേ, വേറെ അടുത്തുള്ള വീടുകളിൽ ഒഴിച്ചാൽ പിന്നെ ബാക്കി കേക്ക് ഇവിടെ തന്നെയായിരിക്കും. കാരണം 2 ലെയർ കേക്കല്ലേ, അതുകൊണ്ട്. പിന്നെ ഇപ്പം നല്ല ചൂടെന്ന് വെച്ചാൽ ചൂടല്ലേ ശരിക്കും, കേരളത്തിൽ മൊത്തം ചുട്ടുപൊള്ളുന്നത്. അപ്പം ഞാൻ എൻ്റെ ഏറ്റവും വലിയ പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ ഈ എൻ്റെ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് ഞാനൊരു കുപ്പിയിൽ തണുത്ത വെള്ളം വെക്കും, കുടിച്ചുകൊണ്ടിരിക്കും. ഈ ടൈമിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ തണുത്ത വെള്ളം കുടിക്കുന്നത്, ഈ അടുക്കളയിൽ പണിയെടുക്കുന്ന ടൈമിൽ. അപ്പം പിന്നെ ഇതിപ്പോൾ തോരന് വേണ്ടിയിട്ട് കാബേജ്, തേങ്ങയും എല്ലാം ഇതാക്കിയിട്ട് വറവിലിട്ടിട്ടുണ്ട്. ഇനി അവിയലിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ ചിരണ്ടി എടുക്കുകട്ടോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് എന്താണ് തൈരും എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഇതൊന്ന് ആക്കി വെക്കോട്ടെ ചെയ്യുന്നത്. ഇനി ചോറും വെക്കണം.
അപ്പം ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പരിപാടി എന്ന് പറയുന്നത് അടുത്ത ക്രം കോട്ട് ചെയ്ത് കേക്ക് ഫിനിഷ് ആക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം അവിലിന് വേണ്ടിയിട്ടുള്ള തേങ്ങയിൽ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പം സാമ്പാർ എൻ്റെ ഒരു റെഡി ആയപ്പോഴും ഞാൻ മാറ്റി വെച്ചതാട്ടോ. പിന്നെ ഇത് അതുപോലെ തന്നെ അവിലിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് അതിൻ്റെ അല്ലി മുഴുവനും അതുപോലെ തന്നെ ജീരകം ഇട്ടിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അവിയലിട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ ആ വീഡിയോ എടുത്തത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ അവിയലിട്ട് കൊടുക്കുന്ന വീഡിയോ ആണ്. പക്ഷെ എന്തോന്നറിയില്ല, ആ വീഡിയോ വന്നിട്ടുണ്ടായില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് അതെല്ലാം അവിടെ മാറ്റി വെച്ച് സാമ്പാറിന് വേണ്ടിയിട്ടാട്ടോ. ഇനി ഇതിൽ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് തിളപ്പിച്ച് സാമ്പാർ പൊടി ഇട്ടു കേട്ടോ. പിന്നെ വറുത്തിടണത്. അപ്പം അതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞില്ലേ ഫിനിഷിങ് ആണ് ഇതാട്ടോ. ഫിനിഷിങ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഫിനിഷ് ചെയ്യുന്നത്. ഇനി ഇതിൽ കുറച്ചും കൂടി പണിയെടുക്കാനുണ്ട് കേട്ടോ. കാരണം ഒരു ഷേപ്പ് കിട്ടണമല്ലോ അവിടെ ഇവിടെ എല്ലാം. അപ്പോൾ കുറേ കഷ്ടപ്പെട്ട് ഞാനൊരു ഷേപ്പാക്കി എടുക്കുവട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് ഇങ്ങനെ ഓരോ ഇതായിട്ട് കൊടുത്തു. പിന്നെ ഇത് ഞാൻ കഴുകുന്നത് നല്ല ലാസ്റ്റ് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാട് ചൂടുവെള്ളത്തിലാട്ടോ, അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്താൽ ഒരു ഷേപ്പ് കിട്ടും. പിന്നെ ഇതാ നേരത്തെ അത് ഒരു ഷേപ്പാക്കി എടുത്ത് പിന്നെ നേരത്തെ ക്രം കോട്ട് ചെയ്ത് വെച്ചത് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കോട്ടെ ചെയ്യുന്നത്. അടുത്ത ലെയർ ഇനി ഇതും ഒരു ഷേപ്പാക്കി എടുത്ത് താഴെ നല്ല വൃത്തിക്ക് ഫില്ല് ചെയ്ത് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ ഇതിന് ഒരു പിസ്ത കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഗ്രീൻ കളർ എടുത്തിട്ട് അത് ലൈറ്റാക്കി ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു പിസ്ത കളർ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഡ്രസ്സിനും പിങ്കും പിസ്തയാണ് കേട്ടോ. റാണി പിങ്കും പിസ്ത കളറും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം റാണി പിങ്ക് കൊടുക്കുന്നില്ല വെച്ച് ജസ്റ്റ് പിസ്ത കളർ കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ ബർത്ത്ഡേക്ക് ഞാൻ ഓരോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച സാധനമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബട്ടർഫ്ലൈ, അത് എഡിബിൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈയെ കിട്ടിയിട്ടുള്ളൂ, അല്ലാത്ത ബട്ടർഫ്ലൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വെക്കാൻ ഫ്ലവർ, ഞാനങ്ങനെ കുറച്ച് കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ ഷോപ്പ് റിനോവേഷൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അവർ പിന്നെ ഒന്നും ഇല്ലാതെങ്ങാണ്ട് പറഞ്ഞു. അപ്പം ഇത് കഷ്ടപ്പെട്ട് ഞാൻ ഇതിൻ്റെ ഷേപ്പെല്ലാം റെഡിയാക്കി. രണ്ടാമത്തെ കേക്ക് എനിക്ക് വൃത്തിയിൽ ചെയ്യാൻ കിട്ടിയിരുന്നു കേട്ടോ. കാരണം നല്ല ഷേപ്പ് ഉണ്ടായിരുന്നു അതിന്. അപ്പം ഇതിങ്ങനെ എല്ലാം കഷ്ടപ്പെട്ട് റെഡിയാക്കി എടുക്കുക ചെയ്യുന്നത്. എനിക്ക് കഷ്ടപ്പാടായിരിക്കും, പക്ഷെ എന്നും ചെയ്യുന്നവർക്ക് സോ സിമ്പിളായിരിക്കും. മറ്റേ ഇത് വെച്ചിട്ട് അവർക്ക് നല്ല വൃത്തിക്ക് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ടേബിളിൽ നിന്ന് കറക്കാൻ മതി. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ കേക്ക് മുറിച്ചിട്ടോ. അപ്പം കേക്ക് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് 2 ലെയർ. അതിൽ പിങ്ക് ഷുഗർ ബോൾസും അതുപോലെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു ടോപ്പറും വെച്ച് കൊടുത്തു. അതിന് ശേഷം അവളെ കൊണ്ട് മുറിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാട്ടോ. എന്തായിട്ട് അവൾ മുറിക്കുന്നില്ല, എന്താണെന്നറിയില്ല. കത്തിപ്പിടിച്ച് കേക്ക് മുറിക്കുന്നില്ല, തന്നെ പലതും മുറിക്കുന്നവളാണ്. പക്ഷെ എന്താണെന്നറിയില്ല കേക്ക് എന്തായിട്ട് അവൾ മുറിക്കുന്നില്ല. അതിന് നമ്മൾ വിചാരിച്ച മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടാന്ന് വിചാരിച്ച് മെഴുകുതിരി ഊതിക്കൊടുത്തേ, എന്നിട്ടും അവൾ പിടിക്കുന്നില്ല, കത്തി പിടിക്കുന്നില്ല, മുറിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. വയ്യ എന്ത് ചെയ്തോ ഞാൻ എടുത്തു. അതായത് ഞാനെടുത്താൽ എൻ്റെ അടുത്ത് വന്നാൽ പിന്നെ മുറിക്കോ ആക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനെടുത്ത് നോക്കി. പക്ഷെ ഞാനെടുത്തിട്ട് നടക്കുന്നില്ല, അവളെന്തായിട്ടും പിന്നെ ഇതാവുന്നില്ല. അപ്പം നമ്മളിന്ന് ആരും വിളിച്ചിട്ടൊന്നുമില്ല. ഒരു ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിക്കുമായിരുന്നു എന്താ മുറിക്കാത്ത എന്താ പിടിക്കാത്തതെന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം ഞാൻ മെഴുകുതിരി കത്തിച്ചിട്ട് പേടിച്ചിട്ടായിരിക്കുന്നത്. അപ്പം ഇതും വെച്ച് നോക്കിയിട്ട് എന്തായിട്ടും അവൾ ഇതാവുന്നില്ല, മുറിക്കുന്നില്ല. അപ്പം ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ തന്നെ മുറിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാനും ഹസ്ബൻഡും നിയമങ്ങളും കൂടി മുറിച്ച് അയാൾക്ക് കൊടുത്തോട്ടെ. അത് അവളെ വായിൽ വെക്കാനും വിടുന്നില്ല. പിന്നെ അവൾ തന്നെ വായിൽ വെക്കുകയോ ചെയ്ത് ദേവോക്ക് പിന്നെ വായിൽ വെച്ച് കൊടുത്തു. അപ്പം ഇതായിരുന്നു കേട്ടോ നമ്മളെ ബർത്ത്ഡേ ഡ്രസ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും കൂടി ഒരു കോംബോ സെറ്റ് ചെയ്തത്. അതായത് ഏറ്റവും ചെറിയ റേറ്റിൽ, എനിക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 500 എബോ എനിക്ക് പോയിട്ടുണ്ടാവില്ല ഈ എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ടും. അതുപോലെ തന്നെ സാരീൻ്റെ റേറ്റും എല്ലാം കൊണ്ട് ഒരു 500 എബോ എനിക്ക് പോയിട്ടുണ്ടാവില്ല. പക്ഷേ മൂന്നാക്കും കൂടി ഒരു 500ൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയായിട്ടുള്ള മൊമെൻ്റോ കോംബോ എനിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.